This news is brought to you by Sri Shankaracharya Computer Center, Merchant Square, near bus stand, Cherubura. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 8, 9 വാർഡുകളിൽ രൂക്ഷമായി തുടരുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനായി 85 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള വിപുലമായ പ്രതിരോധ പദ്ധതികളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്യുന്നത്. വന്യജീവികളുടെ ജനവാസ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം തടയാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഈ പദ്ധതിയിലൂടെ നടപ്പാക്കും. മലയോര മേഖലയിലെ കർഷകരുടെയും ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രവീൺ കെ ഡി, ലീന വില്യംസ്, തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ PV സനൂപ് കൃഷ്ണൻ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മീനുള്ളി പ്രദേശത്ത് കാട്ടാന ശല്യം ഈ മഴയോട് കൂടിയിട്ട് കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ജനങ്ങൾ പരിഭ്രാന്തരാണ്. അവിടെ പ്രദേശം സന്ദർശിച്ചിരുന്ന പഞ്ചായത്ത് അധികൃതരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ കഴിയുന്നു. ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് നിൽക്കണമെങ്കിൽ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്കറിയാം, നമുക്ക് ഈ വർഷം പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സർക്കാർ സഹായത്തോടുകൂടി 85 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് നിലവിൽ നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടുകൂടി കുറേ പ്രദേശങ്ങൾ സിമെന്റ് എടുത്തിട്ടുള്ളത് ഏതെല്ലാം ഏരിയയിലാണുള്ളത് ചിത്രം കിട്ടിയില്ല. ഇപ്പോൾ നമുക്കറിയാം, പുതിയ സംസ്ഥാന സർക്കാർ നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ പുതിയ കൃഷ്ണൻ സാറുമായി ബന്ധപ്പെടുകയും 19 നടക്കുന്ന ബജറ്റിലേക്ക് പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് MLAക്ക് കൊടുക്കുകയുണ്ടായി. ആദ്യത്തെ ബജറ്റിൽ തന്നെ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ഈ 5 മുതൽ 9 വരെയുള്ള വാർഡുകളിലെ വന്യജീവി ശല്യത്തിന് ഒരു പരിഹാരം കാണണമെന്നായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണസമിതിയുടെ പദ്ധതിയിലാണ് തോന്നിക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ ബ്ലോക്കിൽ നിന്നാണെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ നിന്നാണെങ്കിലും നമുക്ക് നല്ലൊരു ശതമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരിഹാരത്തിന് കാര്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം എന്നത് വനമന്ത്രിക്ക് നമ്മൾ MLA മുഖാന്തരം ഈ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ്. മന്ത്രിയുടെ ഇടപെടൽ ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ ഭരണസമിതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫോറസ്റ്റിൽ നിന്നും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം സന്ദർശിക്കുന്ന വേണ്ടിയുള്ള കടന്നു വന്നിട്ടുണ്ട്. ഇതിനുശേഷം അവർ മീനുള്ളിലേക്ക് പോവുകയാണ്. ഇന്നലെ മീനുള്ളിൽ ഒരു ജനകീയ സമിതി വിളിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കാലഘട്ടം ഏറ്റവും അനുകൂലമായിരുന്ന ഈ സാഹചര്യത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെ ഞങ്ങൾ ഈ ഭരണസമിതി കുറച്ച് വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷം പിന്നെ ഞങ്ങളുടെ മുന്നിലുണ്ടായ വലിയൊരു പ്രശ്നമായിരുന്നു ചെറുപുഴയിൽ ഒരു 4ാമത് ലോക സ്റ്റാൻഡ് കൂടി നൽകാനുള്ളത്. ഓട്ടോക്കാരുകൾ ഈ ആവശ്യമായി ഞങ്ങൾ എടുത്തു വന്നിരുന്നു. 2005-ൽ 3ാമതൊരു സ്റ്റാൻഡ് അവർക്ക് കൊടുത്തതാണെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അതിന് ശേഷം ഇതുവരെ ചെറുപുഴയിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് അവർക്ക് നൽകിയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, ഇത്രയും വർഷങ്ങളായി 1 വർഷം 3-4 ഓട്ടോറിക്ഷകൾ പുതിയതായി ചെറുപുഴയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ സെൻട്രൽ സ്റ്റാൻഡിലാണെങ്കിലും മുകളിലുള്ള സ്റ്റാൻഡിലാണെങ്കിലും എല്ലാം ഇപ്പോൾ താഴെയുള്ള സ്റ്റാൻഡിലാണെങ്കിലും 10-40ഓളം ഓട്ടോറിക്ഷകളുണ്ട്. 2 ലൈനായിട്ടാണ് അവർ പിന്നെ ഓട്ടോറിക്ഷ ഇടുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്കൊരു ബസ്സൊക്കെ കടന്നു പോകുമ്പോൾ ഏറെ ഗതാഗതങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗതാഗതത്തിന് ഒരു പരിഹാരം എന്ന നിലയിൽ ഇന്നലെ ചെറുപുഴ 4ാമതൊരു സ്റ്റാൻഡ് കൂടി ഇന്നലെ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 4ാമതൊരു സ്റ്റാൻഡല്ല, ഇനിയും ഒരു സ്റ്റാൻഡ് കൂടി ചിലപ്പോൾ 2 സ്റ്റാൻഡ് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. കാരണം അതുപോലെ ഓട്ടോറിക്ഷകൾ നമ്മുടെ ചെറുപുഴ നാട്ടിൽ നമ്മുടെ വളർന്നു വരുന്ന ഒരു വികസിച്ചു വരുന്ന ഒരു നാടാണ്. അപ്പോൾ അതിനൊരു സൗകര്യം തുടർന്ന് ഭരണസമിതി അനുവദിച്ചിട്ടുള്ള ഒരു ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നതാണ്. ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സോളാർ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ടാണ്. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് ഭരണസമിതി നേരിൽ വന്ന് അന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യത്തെ മന്ത്രിസഭയ്ക്ക് കൊടുത്ത നിവേദനം 5ാം വാർഡ് മുതൽ 9ാം വാർഡ് വരെ ഏകദേശം 12 കിലോമീറ്ററോളം നീളമുള്ള പ്രദേശത്ത്
സോളാർ ഫെൻസിങ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യത്തെ നിവേദനം അന്നത്തെ കഴിഞ്ഞ ഭരണസമിതിക്ക് കൊടുത്തിരുന്നു. അതിനുശേഷം ഭരണസമിതി മാറി നമ്മുടെ പുതിയ വനവകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെടുത്തിട്ട് സോളാർ ഫെൻസിങ് അനുവദിക്കുന്നത് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. എം എൽ എയുടെ ഫസ്റ്റ് കൂടിക്കാഴ്ച നമ്മൾ 5ഓളം കാര്യങ്ങളിൽ ടൂറിസം ഉൾപ്പെടെ 5ഓളം കാര്യങ്ങളിൽ പഞ്ചായത്ത് മുൻഗണന കൊടുത്ത് പദ്ധതി തയ്യാറാക്കിയത് ഒന്നാമത്തെ പദ്ധതി എന്ന നിലയിൽ സോളാർ ഫെൻസിങ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഏതായാലും അതിൻ്റെ തുടർ പ്രക്രിയ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് എംപാനന്റെയും ശ്രീ സജീവ് സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. സജീവ് സാറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കേരള സാറും ഇവർ രണ്ടുപേരും ഇന്ന് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് വീതം ഒരു 10 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് വീതം 5 ലക്ഷവും ബാക്കി ജില്ലാ പഞ്ചായത്ത് വീതവും ഉൾപ്പെടുത്തിയിട്ടാണ് ടോട്ടൽ ഏകദേശം 85 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇന്നിപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ എംപാനന്റെയും ഇന്ന് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതിന് പുറമെയാണ് ഞങ്ങൾ വകുപ്പ് തല മന്ത്രിക്ക് പഞ്ചായത്ത് ഭരണസമിതി നിവേദനം കൊടുത്തിരിക്കുന്നത്. അത് ഈ പ്രസിഡന്റ് സൂചിപ്പിച്ചാൽ ഈ 100 ദിന പരിപാടിയിലോ അല്ലെങ്കിൽ 19-ാം തീയതി ബജറ്റിലോ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കൂടുതൽ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ട് ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസർ തലപ്പുറത്ത് റേഞ്ച് ഓഫീസർ സന്തോഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബീറ്റ് ഓഫീസറായ വിജേഷും മുഹമ്മദ് റാഫി അടക്കമുള്ളവർ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. വർദ്ധിച്ചു വരികയാണ്. ശരി, ചെറുപുഴ പഞ്ചായത്തിൽ നമ്മളെ സംബന്ധിച്ച് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മീൻപുരി ഭാഗത്തും ഇടനഗർ ഭാഗത്തും തെക്കോണി ഭാഗത്തും വീണ്ടും കാട്ടാൻ ശരിയും വന്നു. ഇപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി ഇടനഗർ ആന ഇറങ്ങി വ്യാപക കൃഷിനാശം ഉണ്ടായി. അപ്പോൾ തുടർന്ന് മെമ്പർ നമ്മൾ വിളിച്ചു. 21-ാം തീയതി നമ്മൾ നാട്ടുകാരെ നമ്മുടെ തലപ്പുറയിലെ ടൂറിലെ കുറേ ടൂൾസും ഒക്കെ എടുത്ത് നമ്മൾ ആ 1 കിലോമീറ്റർ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു. അത് ഇന്നും നന്നായി വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ആന ഇത് കയറിയിട്ടില്ല. തുടങ്ങിയപ്പോൾ മീൻപുരി ഭാഗത്ത് ഇതൊരു ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംബന്ധിച്ച് വനവും ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിലവിൽ ഒരു ആവറേജായി വർക്ക് ചെയ്യുന്ന ഫെൻസിങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പൂർണ്ണമായും പ്രവർത്തിപ്പിക്കാനുള്ള ടെക്നിക്കൽ സപ്പോർട്ടും നമ്മുടെ വാസന്മാരും കഴിവുള്ള വാസന്മാരുണ്ട്. അവർക്ക് വെച്ചത് ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. പൈപ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.